കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാർ NK പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് അമിത്ഷായെ കണ്ടത്. എന്തായിരുന്നു സാർ ഒരു കൂടിക്കാഴ്ച? എങ്ങനെയായിരുന്നു? നമുക്ക് ഒരു ആശ്വാസകരം തന്നെയാണോ ആയിരുന്നു ആ ഒരു കൂടിക്കാഴ്ച? ഞങ്ങളോട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് ആ കാര്യത്തെ സംബന്ധിച്ച് പ്രതികരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട മെറിറ്റിൽ ഞങ്ങളുടെ അഭിപ്രായത്തോട് അദ്ദേഹം യോജിച്ചില്ലെങ്കിൽ പോലും അഭിവന്ദരായ 2 സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെത്രയും പെട്ടെന്ന് ജയിൽ വിമോചിതമാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ സഹായവും നടപടിക്രമങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകും. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജാമ്യം നിഷേധിച്ചതിന് ശേഷവും അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. സാങ്കേതികമായ എന്തോ കാരണങ്ങളുടെ പേരിലാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടത്. തീർച്ചയായും അതിന്മേൽ കൊടുക്കുന്ന ഹർജി ജാമ്യം ലഭ്യമാക്കുന്നതിന് അനുരോധമായ നിലപാട് സംസ്ഥാന ഗവൺമെൻറ്, പോലീസ് വകുപ്പ്, പ്രോസിക്യൂഷൻ സ്വീകരിക്കും. മാത്രമല്ല, ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായി ഒരു ഹർജി അല്ലെങ്കിൽ ഒരു നിവേദനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് UDFൻ്റെ പാർലമെന്റ് അംഗങ്ങൾ എല്ലാവരും കൂടി ഒപ്പിട്ട് ഒരു നിവേദനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ഈ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങളെ പാർലമെന്റ് അംഗങ്ങളെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വിളിച്ചിട്ടുണ്ട്.